ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ അതുപോലെ തന്നെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ലാണ്ട് പോണു. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. പിന്നെ എങ്ങനെയുണ്ട് മഴയൊക്കെ? ഇപ്പോൾ കുറച്ച് ഇടവിട്ടൊക്കെ അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പാട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ രീതിയിലായിട്ടുള്ളൊരു മിനി വ്ളോഗാണ് കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് മസാലയ്ക്കുള്ള തയ്യാറെടുപ്പ് കേട്ടോ, മസാല ദോശ ഉണ്ടാക്കാനുള്ള മസാലയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. അതിൽ ഉള്ളിയും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല വാട്ടി കൊടുക്കുക കേട്ടോ. ആ വാട്ടിയതിന് ശേഷം പിന്നെ അതിൽ ഞാൻ മഞ്ഞളും ഒരു കറുവപ്പട്ടയും പൂവും നുള്ള് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചൊന്ന് വറ്റി വരണം. പിന്നെ അപ്പുറത്ത് ഞാൻ കുക്കറിൽ കിഴങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ കിഴങ്ങ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ വെന്ത് വന്നത് ഞാൻ ഉടച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം തിളയ്ക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന വെള്ളം കേട്ടോ അത്. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് വെള്ളമാക്കി ഞാൻ തിളപ്പിക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളമാക്കുന്നുണ്ട്. അത് കറുവപ്പട്ട ഇട്ടിട്ടുള്ള വെള്ളം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ ചെറിയ ഒരു ലേശം ചെറുനാരങ്ങയുടെ നീരും പിന്നെ ലേശം ഒരു നുള്ളു മഞ്ഞളും ഈ കറുവപ്പട്ടയുടെ വെള്ളം കൂടെ ഒഴിച്ച് കുടിക്കും. ഒന്ന് ഇളക്കിയിട്ട് കുടിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം തടിയുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് അത് കേട്ടോ അത്. അപ്പോൾ ഞാൻ 1 മാസത്തോളം ഇങ്ങനെ തന്നെ കേട്ടോ ഞാൻ ചെയ്യൽ. അതേപോലെ തന്നെ വയറിനൊക്കെ ഒരു സുഖം കിട്ടും കേട്ടോ നമുക്കൊക്കെ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ എന്നും രാവിലെ ഞാൻ വെറും വയറ്റിൽ ഇതാട്ടാ കുടിക്കുക. പിന്നെ ഇത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ 1 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കലുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾ ഒക്കെ നല്ല എന്തെങ്കിലും നമുക്കൊരു വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഞാനിത് അവിടെ ദോശയൊക്കെ ഉണ്ടാക്കി, മസാല ദോശയൊക്കെ ഉണ്ടാക്കി റെഡിയായി. അപ്പോൾ പാറു വന്ന് പറയാം കേട്ടോ, എനിക്ക് അയിലവി ദോശ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാറുവിന് അയിലവി ദോശ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പക്ഷെ അത് വരച്ചൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ ഞാൻ വരച്ച് റെഡിയാക്കി എടുത്തു. അങ്ങനെ എല്ലാവരും ചായയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുടിക്കുക കേട്ടോ. ചായ കുടിക്കില്ല, വെള്ളമാണ്. പിന്നെ അതാ ഏട്ടൻ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പം മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പാറു അവിടെ കുറുമ്പ് കാട്ടിയിരിക്കുന്നുണ്ട്. ചോദിച്ചപ്പോൾ ഒന്നും പറയണില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് സ്കൂളിൽ പോകണമെന്ന്. അപ്പോൾ ഇന്ന് സ്കൂളില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സ്കൂളിൽ പോയേ പറ്റൂ. അപ്പോൾ ഞങ്ങൾക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറെ ആരുമല്ല, ഈ വീടിൻ്റെ ഓണർ കേട്ടോ, സൗദേച്ചിയാണ്. അപ്പോൾ അവർ വേറെ ഒന്നിനും വന്നല്ല, വെറുതെ വന്ന ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടും കൂടെയാണ്. അപ്പോൾ വന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന് നേരം പോയത് അറിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് കറിക്ക് ഞാൻ ഉള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുക, വർത്തമാനം പറയലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു നെയ്ച്ചോറും ഒരു തട്ടിക്കൂട്ട് പരിപാടി എന്നൊക്കെ പറയും പോലെ ഒരു സാധാ ഒരു നെയ്ച്ചോറും കോഴി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഉച്ചയൊക്കെ ആവും ഇനി അവരെത്തണമെങ്കിൽ. അപ്പോഴത്തേക്ക് എല്ലാം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെറിയൊരു പാത്രമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചോറിനുള്ള പരിപാടി കേട്ടോ, നെയ്ച്ചോറിനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ചു. നെയ്യൊഴിച്ച് നെയ്ച്ചോറിക്കുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ചു. അതായത് കറുവപ്പട്ട, ഏലക്കായ, പൂവ്, പിന്നെ ലേശം നമ്മുടെ ഉള്ളിയും കൂടെ ഇട്ട് ഒന്ന് വാട്ടി കൊടുത്തിട്ട് അരിക്കനുസരിച്ചുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരി ഞാൻ ഇവിടെ കഴുകിയിട്ട് ഊറ്റി പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തിളച്ചതിന് ശേഷം ഞാൻ ക്യാരറ്റും കൂടെ ഇട്ടിട്ട് പിന്നെ അരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ല ഇളക്കിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ ഒരു കടായി വെച്ചിട്ടുണ്ട്, അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ പക്ഷേ കറി വയ്ക്കണതിന് മുന്നേ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കട്ടി കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ള ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ നെയ്ച്ചോറിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചട്ടിയിലുള്ള എണ്ണ കളയാതെ തന്നെ ഞാൻ ലേശം നെയ്യുണ്ടല്ലോ, കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഞാൻ കറിക്കുള്ള പരിപാടി നോക്കുക കേട്ടോ. കറിക്കുള്ള പരിപാടി നോക്കാൻ വേണ്ടി അതിൽ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ നെയ്ച്ചോറും ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നും. കാരണം ഇങ്ങനെ മഴയൊക്കെ പെയ്യല്ലേ, അപ്പോൾ ഇങ്ങനെ തണുപ്പുള്ള സമയത്തല്ലേ നമ്മുടെ ഇങ്ങനെയൊക്കെ ചിക്കനും ചൂടല്ലേ, അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ മോനെ ട്യൂഷനൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ കറിക്കുള്ള ഉള്ളിയൊക്കെ വാട്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതിൽ 2 കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ആ ഒരു പ്രത്യേക ടേസ്റ്റ്. ഞാൻ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കറുവാപ്പട്ടയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഇവിടെ ഞാൻ ദമ്മിട്ട നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലിവിടെ മല്ലിയില ഉണ്ടായിരുന്നില്ല, 2 ഇല ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഒരു ചെറുതാക്കി ഇട്ട് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഫ്രൈ ആക്കിയിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തു. അതിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നല്ല അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചൂടോടുക്ക് തന്നെ അത്യാവശ്യം ഇത്തിരി വെന്തിട്ടുണ്ട്, എന്നാലും ദമ്മിട്ട് കൊടുത്താൽ ഒന്ന് വെന്ത് റെഡി ആയിക്കോളും. പിന്നെ കറിക്കുള്ള ഇവിടെ ഉള്ളിയൊക്കെ വാടി പിന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കേട്ടോ ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ച് ജാറിൽ ചതച്ചത് അതും ഇട്ട് കൊടുത്തു. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ 2 സ്പൂണ്. കാരണം ഇവിടെ അധികം മസാലകൾ അധികം ഇടലില്ല, മസാല അധികം ഇഷ്ടമല്ല. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 സ്പൂണ് കാശ്മീരി മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി മുളകും കൂടെ ഇട്ട് കൊടുത്താൽ ഒരു ഇത്തിരി കളറും ഉണ്ടാവും. എൻ്റെ മുളക് ഞാൻ ഇവിടെ പൊടിപ്പിച്ചാണ്, പക്ഷേ കളറ് ഇത്തിരി കുറവാണ്. പിന്നെ ജീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജാറിൽ അരച്ച ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കഴുകി വെച്ച ചിക്കൻ ഞാനിങ്ങനെ പരത്തി ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെയ്ച്ചോറും ആയിട്ടുണ്ട്. ചിക്കൻ ഒരു 2-3 തിള തിളച്ചാൽ ഇവിടെ ചിക്കനും ആവും കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഇവിടെ വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാട്ടോ ഞങ്ങൾ. അങ്ങനെ ചോറൊക്കെ ഞാൻ റെഡിയാക്കി എല്ലാം ഭാഗത്തേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കി ഞാൻ കാസറോളാട്ടോ ഞാൻ ചോറെടുക്കണം, ചൂടാറണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ കറിയും കൂടെ ഒരു പാത്രത്തിലാക്കി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ കേട്ടോ. ഏട്ടനെ എത്തിയിട്ടില്ല, വൈകിട്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിക്കാൻ പോവാണ്. കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ പാറുവിന് ചിക്കനൊന്നും ഇഷ്ടമല്ല, ചിക്കൻ വേണ്ടാന്നൊക്കെ പറഞ്ഞത്. ചിക്കന് പൊതുവേ കഴിക്കാനൊക്കെ ഒരു മടിയാട്ടോ. പിന്നെ ഏട്ടൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വന്നു, കട്ടൻ ചായ ഉണ്ടാക്കട്ടോ, ഏലക്കായൊക്കെ ഇട്ടിട്ടാട്ടോ കട്ടൻ ചായ ഉണ്ടാക്കണത്. അങ്ങനെ ഒരു സ്ട്രോങ് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ട്രോങ് ചായയൊക്കെ ഉണ്ടാക്കിട്ടോ. അങ്ങനെ ഉണ്ടാക്കി ഏട്ടനൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ അപ്പോൾ പാലൊന്നും കിട്ടിയില്ല കേട്ടോ, കട്ടൻ ചായ മതി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പാലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചായയൊക്കെ ഞാൻ ഒഴിച്ചു. പിന്നെ എനിക്ക് ആണെങ്കിലും ഈ ചൂടോടുകൂടി കുടിക്കണം എന്ന് തോന്നുക. കാരണം എനിക്ക് തന്നെ തൊണ്ടയ്ക്കൊരു അസ്വസ്ഥതയും പനീൻ്റെ ഇതൊക്കെ ഇങ്ങനെ വരുന്ന പോലെ അങ്ങ് തോന്നി. അപ്പോൾ ഞാനും ഒഴിച്ചു കേട്ടോ ആ കപ്പിലേക്ക്. അപ്പോൾ ഞാനും കുടിച്ചു. അങ്ങനെ മഴയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇരുട്ടായ പോലെ കേട്ടോ. വൈകുന്നേരം 4-4:30 ആയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പാറുവിന് വൈകുന്നേരം നൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാം കേട്ടോ. ഈ നൂഡിൽസിന് പാറുവിന് പിന്നെ ക്യാരറ്റോ വേറെ ഒരു സംഭവങ്ങളും ഇടുന്നത് ഇഷ്ടമല്ല. കാരണം ഇങ്ങനെ കഴിക്കുന്നതാട്ടോ പാറുവിന് ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.